നമസ്കാരം. കഴിഞ്ഞ ദിവസം ഈ കണ്ണൂർ ഭാഗത്ത് ബസ്സിൽ ഒരാൾ ഒരു പെൺകുട്ടീൻ്റെ മാറിടത്തിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നും പറഞ്ഞ് ആ വൃത്തിയായിട്ട് അവൾ ഒരു റീൽസ് ഉണ്ടാക്കിയിട്ട് നേരെ സോഷ്യൽ മീഡിയയിലിട്ടു. ആ ചെറുപ്പക്കാരൻ മനഃപൂർവ്വം അവളെ തട്ടിയിട്ടുണ്ടാവില്ല. ഇവള് പറഞ്ഞ അവൻ തിരിഞ്ഞു നോക്കി ശരിക്കും എൻ്റെ മാറിടത്തിൽ തട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ റീൽസിൻ്റെ അടിയിൽ ഇങ്ങനെ വോയിസ് ഇട്ടേക്കണത്. പക്ഷേ അവൻ നിരപരാധിയാണെന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ടു. അവൻ വീട്ടിൽ പോയിട്ട് ഇന്നലെ രാത്രി ആത്മഹത്യ ചെയ്തു. ഇന്ന് നേരം വെളുത്തപ്പോൾ അവൻ്റെ മുറിയിൽ അവൻ തൂങ്ങിയ നിലയിലാണ്, മരിച്ചു കിടക്കുന്ന നിലയിലാണ് കണ്ടത്. നേരം വെളുത്തിട്ട് പിന്നെ എണീക്കാത്ത കാണാഞ്ഞിട്ട് അച്ഛൻ ചെന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ മുറിയിൽ തൂങ്ങി നിൽക്കണം. ആ വൃത്തിയെടുത്ത അവളുടെ ഒരു ഒറ്റ കഴപ്പ് കാരണം ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം നശിച്ചില്ലേ. ആ അച്ഛനമ്മക്ക് ആകെ ഒരു മകനാണ്. ഇനി ആരാണ് അവർക്കുള്ളത്? ഇങ്ങനെ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയുണ്ട് ഒരു വൃത്തിയിട്ട ഇതേപോലത്തെ ഒരു കഴപ്പ് റീൽസും കൊണ്ടുവന്ന്. അന്ന് നാട്ടുകാരുടെ അടുത്ത് നിന്ന് നല്ല പൂരപ്പാട്ടും തെറി അവൾക്ക് കിട്ടി. ഇത് കഴിഞ്ഞിട്ട് ഇന്നലെ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇങ്ങനെ കൊട്ടാരക്കര ഉണ്ടായി. ഇപ്പോൾ ഇതാ ഇവിടെ ഒരു മനുഷ്യൻ. ഇവർക്കൊക്കെ വീടും കുടുംബവും ആത്മാഭിമാനമൊക്കെ ഉള്ളതല്ലേ. ഇതിനൊരു അവസാനം വേണ്ട. എന്തെങ്കിലും ഒരു ദുരന്തം ഇവിടെ സംഭവിക്കുമെന്ന് ഇന്നലെ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഇന്ന് നേരം വെളുത്തപ്പോൾ ഈ ന്യൂസാണ് കേൾക്കുന്നത്. ആ മനുഷ്യൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വടകര വീട്ടിലെത്തിച്ചിട്ടുണ്ട്. കൂട്ടുകാരും നാട്ടുകാരും എല്ലാവരും പറയണം ഇയാൾ നല്ലൊരു മനുഷ്യനാണെന്ന്. അഭിമാനം എന്ന് പറഞ്ഞ മനുഷ്യനെ ഏറ്റവും വലുതാണ്. ഒരു നേരം തിന്നിട്ടില്ലെങ്കിലും പട്ടിണിയാണെങ്കിലും നമുക്കൊരു അഭിമാനം എന്ന് പറയുന്ന സാധനമുണ്ട്. അത് പോയാൽ പിന്നെ ചിലവർ ജീവിച്ച് നിൽക്കില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. കാരണം ഇനിയും ഇവൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിലും ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകേണ്ടി വരുമ്പോൾ അവിടെയൊക്കെ പെൺകുട്ടികളും സ്ത്രീകളും ഉണ്ട്. ഇവനൊരു ഞരമ്പ് രോഗിയായിട്ട് അവരൊക്കെ കാണുള്ളല്ലോ എന്ന് ഇവൻ്റെ മനസ്സിൽ തോന്നുകയാണ്. ഇവൻ അപമാനിക്കപ്പെട്ടു. അപമാന ഭാരത്താൽ അവൻ്റെ തല കുനിഞ്ഞു പോയി. പിന്നെ അവന് ജീവിക്കണമെന്നുള്ള താല്പര്യമില്ലാണ്ടായി. ഇവൻ്റെ 1-2 ഫ്രണ്ട്സിനോട് ഇപ്പം പറഞ്ഞു എനിക്ക് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുണ്ട് ഇത് കാരണം എന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായില്ല. ഇപ്പം ഈ പറഞ്ഞ കൊട്ടാരക്കര ഈ വീഡിയോ ചെയ്തവൾ പറഞ്ഞെന്താ, അവൾ അരി മേടിക്കാൻ വേണ്ടി കണ്ടൻറ് ഉണ്ടാക്കുകയാണ്. ഇനി ചിലപ്പോൾ കണ്ടൻറ്റ് ക്ഷാമം വന്നാൽ അവൾ ചിലപ്പോൾ തന്തൻ്റെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ കണ്ടൻറ്റ് ആക്കുകയെന്നാണ് എനിക്ക് സംശയം. ആ മനുഷ്യൻ പിന്നെ പാവം ചിലപ്പോൾ വീട്ടിൽ കുടുംബം പ്രാരാബ്ദമൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ പിന്നാലെ പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അയാൾക്ക് മരിക്കാനുള്ളൊരു മനസ്സ് വന്നിട്ടുണ്ടാവില്ല. ഈ ആദ്യം വൃത്തിയുടെ ജന്മങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തൂത്തെറിയണം. ഇവളിപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്കാണ്. ഇവൾ പയ്യന്നൂർ എവിടെയുള്ളതാണ്. ഇവള് വടകര പോലീസിൽ ഇവൻ്റെ സുഹൃത്തുക്കൾ ചെന്നിട്ട് സാറേ ഇത് കേസാക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പോലീസിന് ഇതിൽ വലിയൊരു താല്പര്യമില്ലെന്നാണ് ഇപ്പോൾ ടി വിയിലെ വാർത്തയിലൂടെയൊക്കെ അറിയണത്. ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. ഈ സോഷ്യൽ മീഡിയയിൽ എന്തും പോസ്റ്റ് ചെയ്ത് കളയാന്ന് പറഞ്ഞാൽ അതൊരു ശരിയല്ലല്ലോ. ഓരോ മനുഷ്യരുടെ ജീവിതം വെച്ചാണല്ലോ ഓരോ ആൾക്കാരിങ്ങനെ ചെയ്യണത്. കേട്ടിട്ട് കണ്ടിട്ടും ഭയങ്കര ഒരു വിഷമം. ഇനിയിപ്പോൾ ഒന്ന് തട്ടിയെന്ന് കൂട്ടിക്കോ, ഒരു മുട്ടും കൈ കൊണ്ട് മാറിടത്തിൽ. സത്യം പറഞ്ഞാൽ ഇവന് ഭാര്യയൊന്നുമില്ല. നല്ലൊരു പെൺകുട്ടിനെ കണ്ടപ്പോൾ ഒന്നും അറിയാണ്ട് ചിലപ്പോൾ അത് മുട്ടിപ്പോവുക, അതൊക്കെ സ്വാഭാവികമാണ്. എന്ന് വെച്ച് ഇങ്ങനെയൊക്കെ വീഡിയോ പിടിച്ച് വൈറലാക്കുമെന്ന് അയാളും വിചാരിച്ചിട്ടില്ല. പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ബസ്സിലൊക്കെ കയറിക്കഴിഞ്ഞാൽ ഇതിന് ഇഷ്ടമുള്ള പെണ്ണുങ്ങൾ ബാക്കിക്ക് വരും. അന്നൊക്കെ ഇതേപോലെയല്ല, നല്ല തിരക്കായിരിക്കും രാവിലെ വൈകുന്നേരമൊക്കെ. അപ്പോൾ ഇതിന് ഇഷ്ടമുള്ള പെണ്ണുങ്ങളെ ബാക്കിക്ക് വരുള്ളൂ. താല്പര്യമില്ലാത്തവരെ മുന്നിൽ ഡ്രൈവറിൻ്റെ ഭാഗത്തേക്ക് പോകല. ഇത് ഇവള് ചെന്നിട്ട് നിൽക്കണം, ഏറ്റവും ആണുങ്ങളുടെ ഭാഗത്തേക്കാണ് നീങ്ങി നിൽക്കണത്. എന്നിട്ട് ഇയാളെ കെണിയിൽ കൊടുക്കാൻ പോണത് ഒരു കൈയും കൊണ്ട് അവളിങ്ങനെ വടി പോലെ ഫോണ് പിടിച്ച് ഇവളിങ്ങനെ നിൽക്കുകയാണ്. എന്തിനാണ്? ഈ പാവത്തിനെ കൊടുക്കാനായിരുന്നു. ഈ വീഡിയോ കണ്ടപ്പോൾ നമ്മളാരെങ്കിലും വിചാരിച്ചാൽ ആ മനുഷ്യൻ്റെ മനസ്സ് എന്തായിരിക്കുമെന്ന്? ഏതായാലും ഇതിനൊക്കെ ഒരു അവസാനം വേണം. ഇത് ലാസ്റ്റ് കണ്ടൻറ് ക്രിയേഷൻ അയക്കണം. ഈ തെമ്മാടിത്തര വീഡിയോ ഇനി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടാവരുത്. നമ്മൾ ഇനി അങ്ങനത്തെ എന്തെങ്കിലും ഇത് ലാസ്റ്റ് ആയിരിക്കണം. ഇനി നമ്മളിങ്ങനത്തെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ
ശക്തമായിട്ട് പ്രതികരിക്കണം. എനിക്കത്രേ പറയാനുള്ളൂ. കണ്ടിട്ടും കേട്ടിട്ടും മനസ്സിന് ഭയങ്കര വിഷമം തട്ടിയൊരു സംഭവമായി ഇപ്പോൾ ഇത്.